അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ദുൽഹിജ്ജ ആദ്യത്തെ 10 വേളയിലാണുള്ളത്. അതോടുകൂടെ ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ, ഈദുൽ ഖുർബാൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വലിയ പെരുന്നാൾ അടുത്ത സമയമാണ്. ഈ പുണ്യസമയത്ത് ഒരു സന്ദേശം ഈദുൽ അദ്ഹ, ഈദുകൾ സാധാരണ മുഅ്മിനീങ്ങളും അതുപോലെ അവിശ്വാസികളും ആഘോഷിക്കാറുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളായ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെയും പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ടിട്ടാണ് എല്ലാ സന്തോഷങ്ങളും നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. മാത്രമല്ല, വലിയ പെരുന്നാളുടെ വലിയ പുണ്യകർമ്മമാണ് അയ്യാമു തശ്രീഖിൻ്റെയും വലിയ പുണ്യകർമ്മമായ ഉദ്ഹിയ്യത്ത്. ആ ഉദ്ഹിയ്യത്തിൻ്റെ സന്ദേശം, ആ സ്മരണ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തു സ്വാഫാത്തിൻ്റെ 100-ാമത്തെ ആയത്ത് മുതൽ 111-ാമത്തെ ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കളിൽ അറിയപ്പെട്ട പ്രസിദ്ധരുമായ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലാ നബിയിന വ അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുന ഇസ്മായിൽ അലാ നബിയിന വ അലൈഹി സ്വലാത്തു വസ്സലാം, ആ 2 മഹത്തുക്കളുടെ അമ്പിയാക്കളുടെ ത്യാഗങ്ങളും അവരുടെ എല്ലാ നിലക്കുള്ള പ്രജ്ഞകളും അതെല്ലാം അനുസ്മരിച്ചു കൊണ്ടിട്ടാണ് ഇന്ന് നാം സാധാരണ നടത്തപ്പെടുന്ന ഹജ്ജ് കർമ്മങ്ങളും അതുപോലെ ഉദ്ഹിയ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം. ഈ സ്മരണ, ഈ സംഭവം എല്ലാം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗദ ലില്ലാഹി വ അഅ്താ ലില്ലാഹി വ മനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി ദേശം വെക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും അള്ളാഹുവിന് വേണ്ടി വിലങ്ങുകയും ചെയ്യുന്നവരാണ് മുക്കമ്മലായ ഈമാനുള്ളവർ, സത്യവിശ്വാസികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നാം സ്നേഹിക്കുന്നവർ, നാം ആരെല്ലാം സ്നേഹിക്കുന്നു, ഈ സ്നേഹമെല്ലാം എപ്പോഴാണ് അവസാനിക്കുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത് എന്നത് ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സ്വന്തം മകൻ വർഷങ്ങളോളം പ്രാർത്ഥിച്ച് 91-ാമത്തെ വയസ്സിൽ ലഭിക്കപ്പെട്ട ആ പുണ്യ മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറക്കാൻ കൽപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് അത് ഉണ്ടാകാൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിളയും മഹബ്ബത്തും അത് കാമിലായിട്ട് ലഭിക്കണമെങ്കിൽ അവരുടെ കൽപ്പന പ്രകാരം നാം ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. സ്നേഹിക്കുന്നവരാണെങ്കിലും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയാണ് സ്നേഹം. അള്ളാഹുവിൻ ആരോട് ദേഷ്യം വെക്കുകയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടിയും അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ് ദേഷ്യം എന്ന പ്രധാനപ്പെട്ട ഭാഗം, ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അറുക്കാൻ കൽപ്പിച്ചാൽ അറുക്കാനും, അടിക്കാൻ കൽപ്പിച്ചാൽ അടിക്കാനും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച സന്ദേശത്തിൽ നമ്മൾ പരിപൂർണമായി പ്രവർത്തിക്കണമെന്ന് ഇത് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് വഹി മുഖേന, സ്വപ്നം മുഖേന ഉണ്ടായ ആ അറിവിനിക്കുള്ള കൽപ്പന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിപൂർണമായി സ്വീകരിക്കുകയാണ്. ഹഖുൽ അംബിയാഇ ഹഖുൻ എന്ന് മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയതുപോലെ അമ്പിയാക്കളുടെ സ്വപ്നമെല്ലാം അത് ഹക്കാണ്, യഥാർത്ഥമാണ് എന്നല്ലേക്ക് അത് അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണെന്ന്. അതേ സ്ഥാനത്ത് ഇന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ മകൻ അറക്കണമെന്ന് അത് ശൈത്താനിയായ ഭാഗത്താണെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഏതായാലും അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം ആ ത്യാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ ആയത്തുകളിൽ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പ്രവർത്തനം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. 7 വയസ്സായാൽ നിസ്കാരം കൽപ്പിക്കണമെന്നും 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിച്ച് പഠിപ്പിക്കണമെന്നും ആ പറഞ്ഞ
എല്ലാ വിഷയങ്ങളും ഇത്തരത്തിലുള്ള സംഭവത്തോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ മുമ്പിൽ എല്ലാ മഹബത്തും അസ്തമിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും അറഫ ദിനമാണ് നമുക്ക് അടുത്തു വരുന്നത്. സിയാമു യൗമി അറഫത അഹ്തസിബു യുകഫിറ സനത്തല്ലത്തി ഖബലഹു വസനത്തല്ലത്തി ബഅദഹു. അറഫ ദിവസം നോമനുഷ്ഠിച്ചാൽ കഴിഞ്ഞ വർഷത്തിൻ്റെയും വരാൻ പോകുന്ന വർഷത്തിൻ്റെയും ദോഷം മാഫാകുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഏതായാലും ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ടും മദാബിഖ് ഇമാമിനെ തൊട്ടും റഹിമഹുമുല്ലാ റളിയല്ലാഹു അൻഹും ആ മഹാന്മാരെ തൊട്ടെല്ലാം മഹാന്മാരായ ഫഖഹാക്കൾ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാ ഇയാനത്തു ത്വാലിബിലൊക്കെ പറഞ്ഞതുപോലെ ഈ ഹദീസിൽ നമുക്ക് ബുശ്റാബി ഹയാത്തിൻ സനത്തിൻ മുസ്തഖ്ബിലത്തായിരിക്കുന്ന ഒരു വർഷത്തിൻ്റെ ആയസിനിക്കുള്ള സന്തോഷമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിലൂടെ വരുന്ന ആ വാക്ക് ഒരിക്കലും കളവാകുകയില്ല എന്നത് പരിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചതാണ്. ഏതായാലും പെരുന്നാൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഈ അറഫാ ദിവസം ദുൽഹിജ്ജ 9 സുബ്ഹി മുതൽക്ക് അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ, അതായത് 23 ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം തക്ബീറുകൾ, എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം ആ സമയത്തുണ്ടാകുന്ന സുന്നത്ത് നിസ്കാരങ്ങളും മയ്യത്ത് നിസ്കാരമാണെങ്കിലും ഏത് നിസ്കാരത്തിൻ്റെയും ശേഷം പ്രത്യേകമായി തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ടെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും അതുപോലെ പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും വീടുകളിലും പള്ളികളിലും വഴികളിലുമെല്ലാം തക്ബീർ കൊണ്ട് ആ ഷിആർ വെളിവാക്കണമെന്നും മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം സമ്പാദിക്കുന്ന വിധത്തിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടതുണ്ട്. അതോടുകൂടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ആ ഉലഹിയത്ത് കർമ്മം, ഉലഹിയത്ത് എന്ന് പറയുമ്പോൾ സാധാരണ മസ്അല എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ആട്, മാട്, ഒട്ടകം. ആടാകുമ്പോൾ ഒരാൾ തൊട്ട് ഉലഹിയത്ത്, മാടും ഒട്ടകമാകുമ്പോൾ 7 ആളുകൾ തൊട്ട് ഉലഹിയത്ത് അറക്കുന്ന ആ പുണ്യകർമ്മം. അതേ സ്ഥാനത്ത് സവാബിൽ ശരീക്കാക്കാൻ എത്രയും ആളുകളെ തൊട്ട് നമുക്ക് ഉലഹിയത്ത് ഇറക്കാം. സവാബിൽ എത്രയും ആളുകളെ ചേർത്താൻ പറ്റും. ഉലഹിയത്ത് ഒരാളെ തൊട്ട് ആട്, അതുപോലെ മാട്, ഒട്ടകം 7 ആളെ തൊട്ട് എന്നാണെങ്കിലും മൊത്തത്തിൽ ഒരു ആടെടുത്തിട്ട് സർവ്വ മുഅ്മിനീങ്ങൾക്കും അതിൻ്റെ മിഥിൽ സവാബ് എത്തണം. ഇതിൻ്റെ സവാബ് എല്ലാവർക്കും എത്തണമെന്ന് ശരീക്കാക്കിയാൽ എല്ലാവർക്കും ആ തശരീക്ക് ചെയ്തതിൻ്റെ സവാബ് ലഭിക്കുമെന്ന് മഹാന്മാരായ മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളും തുഹ്ഫത്തുൽ മുഹ്താജ് പോലത്തെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അതോടുകൂടെ നമ്മൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട ആല ഹദ്റത്ത് ഇമാമു അഹ്ലി സുന്ന അഹ്മദ് റസാ ഖാൻ അൽ ഖാദിൽ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പ്രാവശ്യം ഉലുഹിയത്ത് ഇറക്കുമ്പോൾ ഇത് ലോക സുന്നികളെ തൊട്ട് ഉലുഹിയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥ സംഭവം വളരെ പ്രസിദ്ധമാണ്. ഏതായാലും സവാബിൽ നമുക്ക് എത്രയും ആളുകളെ ശരീക്കാക്കാം. ഇനി പാവപ്പെട്ട ആളുകൾ, അർഹതയില്ലാത്തവർ, കാരണം ഹനഫി മസ്ലക്ക് അനുസരിച്ച് മാലിക്കുൻ നിസാബിനിക്ക് ഉലുഹിയത്ത് ഇറക്കൽ വാജിബും അതുപോലെ മറ്റു മദ്ഹബിൽ പ്രത്യേകം ഷാഫി മസ്ലക്ക് അനുസരിച്ച് സുന്നത്ത് മുഅക്കദത്തുമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിദായത്തുൽ മുജ്തഹിദിൽ ബഹുമാനപ്പെട്ട ഇബ്നു റുഷ്ദ് അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഓരോന്നിനും കാരണങ്ങളും ആ സബബ് ഇഖ്തിലാഫും വളരെ വിശദമായി പറയുന്നുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ഒട്ടകം ഉലുഹിയത്ത് ഇറക്കുമ്പോൾ 63 സ്വന്തമായി അറക്കുകയും ബാക്കി അലി റളിയല്ലാഹുവിനോട് കൽപ്പിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 63 അറക്കുമ്പോൾ അതിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഷരീഫിൻ്റെ വർഷത്തിൻ്റെ സൂചന ഉണ്ട് എന്ന് ശിഹാബുദ്ദീൻ ഖലീബി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഷിയ കൻസിർ റാഹിബിയിലും അതുപോലെ ബഹുമാനപ്പെട്ട ബുജൈരി ഇമാം ഹാഷിത്തുൽ ബുജൈരിമിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉലുഹിയത്ത് ഇറക്കുമ്പോൾ ഒരു പ്രാവശ്യം അറക്കുമ്പോൾ അൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടും അതുപോലെ അഹ്ലു ബൈത്തിനെ തൊട്ടുമാണ് അറുക്കുന്നത് എന്ന് ഉലുഹിയത്ത് അർത്ഥെങ്കിൽ ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻ ഉമ്മത്തി മുഹമ്മദിൻ, സർവ്വ ഉമ്മത്തിനെ തൊട്ട് എന്ന് ഉലുഹിയത്ത് അർത്ഥ സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ചില ഖുത്ബയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതുപോലെ യാ അയ്യുഹൽ ഫഖീർ ലാ തഹ്സൻ ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ ലഹാ അൻകൽ ബശീറുൻ നദീർ, അതായത് പാവപ്പെട്ട മനുഷ്യ, നിനക്ക് കഴിവില്ലാത്തതിൻ്റെ പേരിൽ ഉലുഹിയത്ത് ഇറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ വിഷമിക്കേണ്ടതില്ല, നീ ടെൻഷൻ അടിക്കേണ്ടതില്ല. നിന്നെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലുഹിയത്ത് അറുത്തിട്ടുണ്ട്, അൻ ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് ഉലുഹിയത്ത് അറുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ട ഉമ്മത്തിനെ തൊട്ട് പ്രത്യേകമായി ഈ ഉമ്മത്തിനെ
108 ഉദ്ഹിയത്ത് അറുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൈവില്ലാത്തവർ വിഷമിക്കേണ്ടതില്ല എന്ന് ചില ഖുത്ബകളിലൊക്കെ കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം അതോടുകൂടെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട്. അത് ഉദ്ഹിയത്ത് അറുക്കുമ്പോഴെല്ലാം ഇഖ്ലാസോടുകൂടെ തൻവീറുൽ ഖുലൂബിൽ ബഹുമാനപ്പെട്ട അമീനുദ്ദീൻ ഇർബലി റഹിമഹുല്ലാഹ് പോലത്തെ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നെല്ലാം നീ ഉദ്ഹിയത്ത് സ്വീകരിച്ചതുപോലെ പടച്ചോനെ നമ്മളിൽ നിന്ന് നീ ഉദ്ഹിയത്ത് സ്വീകരിക്കണേ എന്ന് പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും അതുപോലെ ബിസ്മിയും തക്ബീർ എല്ലാം ആ പറഞ്ഞ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഉദ്ഹിയത്ത് അറക്കേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ വഇന്നമൽ ഈദു ലിമൻ ഖാഫൽ വഈദ. പെരുന്നാൾ എന്ന് പറയുന്നത് വെറും പുതിയ വസ്ത്രം ധരിക്കുന്നതിൻ്റെ പേരല്ല. പെരുന്നാൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ വഅദ് വഈദ് എല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കലാണ് യഥാർത്ഥ പെരുന്നാളെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം ഉണങ്ങിയ പത്രി ഭക്ഷിക്കുമ്പോൾ ഇന്ന് പെരുന്നാൾ ദിവസമല്ലേ, നിങ്ങൾ ഈ ഭക്ഷണമാണോ കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു തെറ്റും ചെയ്യാത്ത ദിവസമാണ് നമുക്ക് യഥാർത്ഥ പെരുന്നാളെന്ന് അലി ഇബ്നു അബീ ത്വാലിബിൻ കറമല്ലാഹു വജ്ഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു അൽ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖ് രേഖപ്പെടുത്തുകയാണ്. ഏതായാലും മഹത്തുക്കളുടെ പെരുന്നാളെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വളരെ ചിന്തിക്കേണ്ടതാണ്. സുഹദോടുകൂടെ ഖൗഫും റജാഓടുകൂടെയാണ് അവരെല്ലാം പെരുന്നാൾ ആഘോഷിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരോട് കഴിയുന്ന പരമാവധി പിൻപറ്റിക്കൊണ്ട് നമ്മൾ വെറും പുതിയ വസ്ത്രത്തിൽ മാത്രം ഡെക്കറേഷൻ പുതുക്കാതെ അത് മാത്രം ഒതുക്കാതെ നമ്മുടെ മനസ്സുകളെ അല്ലാഹുവിൻ്റെ ഖൗഫ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ടും അവിടുത്തെ സുന്നത്തിന്റെ ഇത്തിബാ കൊണ്ട് നമ്മുടെ മനസ്സുകളെയും ഡെക്കറേഷൻ ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് അവിടുത്തെ ഇത്തിബാ സുന്നത്ത് കൊണ്ട് നമ്മുടെ മനസ്സുകളെയും ഡെക്കറേഷൻ ആക്കുകയും അതോടുകൂടെ അവിടുത്തെ സുന്നത്ത് വെളിവാക്കിക്കൊണ്ട് നല്ല വസ്ത്രം ധരിച്ച് എല്ലാം സന്തോഷം വെളിവാക്കേണ്ടതുമാണെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചതുപോലെ പെരുന്നാൾ ആഘോഷിക്കാനും അതിൻ്റെ മാക്കവലും മാബദുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾ അതിൻ്റെ കർമ്മങ്ങളെല്ലാം ശരിക്കും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ അയ്യാമുൽ ബിഅദിന്റെ നോമ്പ് എല്ലാ മാസവും 13, 14, 15 അന്ന് അയ്യാമുൽ ബിഅദ് നോമ്പൊൽക്കൽ സുന്നത്താണെന്ന് സർവ്വമഹത്തുക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദുൽഹിജ്ജ മാസം 13 അന്ന് അയ്യാമു തശ്രീഖിന്റെ ദിവസമായതുകൊണ്ട് ആ ദിവസം നോമ്പനുഷ്ഠിക്കൽ ഹറാമാണെന്നും ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദുൽഹിജ്ജയിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ 1 മുതൽ 9 വരെ ഏതായാലും ശക്തിയായ സുന്നത്താണ്. 9 അന്ന് 8 അന്ന് സൂക്ഷ്മത കൊണ്ട് 8, 9 പ്രത്യേകിച്ചും 9 അന്ന് ശക്തിയായ സുന്നത്താണല്ലോ നോമ്പ് നോൽക്കൽ. അതോടുകൂടെ ദുൽഹിജ്ജ 14, 15, 16 അയ്യാമുൽ ബിഅദ് എന്ന നിലക്ക് നോമ്പ് നോൽക്കേണ്ടത്. അതേ സ്ഥാനത്ത് ദുൽഹിജ്ജ 13 അത് നോമ്പനുഷ്ഠിക്കൽ ഹറാമിന്റെ ദിവസമാണ്. എല്ലാ മാസം പോലെ അല്ല, ദുൽഹിജ്ജ അയ്യാമു തശ്രീഖിന്റെ ദിവസമായതുകൊണ്ട് ദുൽഹിജ്ജയുടെ 13 അന്ന് നോമ്പനുഷ്ഠിക്കൽ ഹറാമാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടുകൂടെ സഹോദരിമാര് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പുകളെ നമ്മൾ ഖളാ വീട്ടുമ്പോൾ ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പിൻ്റെ കൂടെ ഫർളും കൂടി കരുതിയാൽ അത് രണ്ടിൻ്റെയും കൂലി ലഭിക്കുമെന്ന് മഹാനായ ഖാത്തിബത്തുൽ മുഹഖഖീൻ അല്ലാമ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫതുഹുൽ ജവാദ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ്. എങ്കിലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി എല്ലാ ഫർള് നോമ്പും എല്ലാം റമളാന്റെ മുമ്പ് നോറ്റാലും മതിയെങ്കിലും അതിന് മുമ്പ് തന്നെ എല്ലാം നോറ്റുവീട്ടി സുന്നത്തുകളൊക്കെ ഖാലിസായ നിലക്ക് നോമനുഷ്ഠിച്ചാൽ അതിൻ്റെ കാമിലും മുക്കമ്മലായ ഖാലിസായ അതുപോലെ മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് സൂക്ഷ്മത പാലിക്കലുമാകുമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മുഅ്മിനീങ്ങൾ പലരും ഹജ്ജ് ഉംറ സിയാറത്തിന് പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ലുത്ഫും ആഫിയത്തോടുകൂടെ ഹജ്ജും ഉംറയും സിയാറത്തെല്ലാം അതിൻ്റെ കമാ ഹഖ്ഹു ആദാബ് പാലിച്ചുകൊണ്ട് ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ ഉദ്ഹിയത്രക്കാൻ ഉദ്ദേശിക്കുന്ന പല മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ലുത്ഫ് ആഫിയത്തോടുകൂടെ ഷിആറുൽ ഇസ്ലാം ലാഹിറാക്കലോടുകൂടെ എല്ലാ നിലക്കും ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ ആഫിയത്തോടുകൂടെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്ഥാപനം അൽ ഖാദിസ അതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും പള്ളികളും ദർസുകളും മദ്രസകളും എല്ലാത്തിലും അള്ളാഹു ധാരാളം ഖൈറും ബർക്കത്ത് നൽകട്ടെ. അതിൻ്റെ ബാനികൾക്കും അതിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ അതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ഖാദിമീങ്ങൾക്കും ഖാദിമാത്തിരിക്കൊക്കെ ഖൈറും ലത്ഫും ആഫിയത്തും സലാമത്തോടുകൂടെ സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.